Hi all, welcome back to Click. ഈ വീഡിയോയിൽ നമ്മൾ ബേസിക് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സേ ഇഫ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ, അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ബൈ ദ ഡെൻസിറ്റി ഫംഗ്ഷൻ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് കുറച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അത് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ മീൻ. മീൻ എന്ന് പറയുമ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. ദിസ് ഇസ് ഈക്വൽ ടു വാട്ട്? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്. നെക്സ്റ്റ് വൺ ഈസ് വേരിയൻസ്. വേരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പി ഓഫ് എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഇതിനെ നമുക്ക് ഇന്റഗ്രൽ ഫോമിലാക്കുമ്പോൾ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഈ ഒരു ഇ ഓഫ് എക്സ് സ്ക്വയർ ആയി. അത് മൈനസ് ഇനി എന്താ കണ്ട? ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ് കാണേണ്ടത്. ആ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി x into f of x dx and this is whole square. അല്ലേ? ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടി പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സേ x greater than a. This is equal to integral a to lower limit a യും upper limit infinity a to infinity f of x dx. ഇനി നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലൈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആണെങ്കിൽ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തന്നിട്ടുണ്ട്, അതായത് എയും ബിയും തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെയാണ് ഇന്റഗ്രൽ കാണേണ്ടത് എഫ് ഓഫ് എക്സ് ഡി എക്സ്. നമുക്ക് അങ്ങനെ കാണാം. ഓക്കെ, ഒരു പ്രോപ്പർട്ടി കൂടെ നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വിച്ച് ഇസ് റെപ്രസെന്റഡ് ബൈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. നേരത്തെ പറഞ്ഞിരുന്ന ഈ സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. അതൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇത് രണ്ടും മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ, ഇവിടെ അങ്ങോട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതങ്ങ് പഠിച്ചു വെച്ചേക്കണേ. നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഈസ് ഓഫ് ദ ഫോം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇ പവർ ഇൻഫിനിറ്റി അല്ല ആൽഫ ആയിരിക്കും വരിക. ആൽഫ ഇൻറ്റു മോഡ് എക്സ് ദെൻ കെ ഇസ് ഈക്വൽ ടു വാട്ട്? നമുക്കറിയാം പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 ആയിരിക്കണം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എഫ് ഓഫ് എക്സ് എന്താണ്? അതായത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി കെ ഇൻറ്റു ഇ പവർ, ഈ ഒരു വാല്യൂ മൈനസ് ആൽഫ ആയിരുന്നു കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്, ഇൻഫിനിറ്റി എന്നാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇ പവർ മൈനസ് ആൽഫ ഇൻറ്റു മോഡ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. ഇത് സാറ്റിസ്ഫൈ ചെയ്യണ്ടേ നമുക്ക്? ഇനി സിൻസ് ദിസ് ഫംഗ്ഷൻ ഈസ് സിമെട്രിക് അബൌട്ട് എക്സ് ഈക്വൽ ടു 0 വി ക്യാൻ സ്പ്ലിറ്റ് ദ ഇന്റഗ്രൽ. അല്ലേ? ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? ഇന്റഗ്രൽ ഒരു കോൺസ്റ്റന്റ് ഉണ്ട് നമുക്കിവിടെ, സോ 2k. ഞാൻ അത് പുറത്തോട്ട് എടുക്കുവാണേ. സിൻസ് ദിസ് ഇസ് സിമെട്രിക് അബൌട്ട് എക്സ് ഈക്വൽ ടു 0, എനിക്കിവിടെ 2 ആഡ് ചെയ്യണം. 2 ഇൻറ്റു കെ, കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്തു. ഇനി എനിക്ക് ബാക്കി വരുന്നത് ആരാണ്? ഇ പവർ മൈനസ് ആൽഫ എക്സ് ഡി എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു 1. ഇനി സ്റ്റാൻഡേർഡ് ഇന്റഗ്രൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്യുവാണെങ്കിൽ എങ്ങനെയായിരിക്കും ചെയ്യുക? ഇവിടെ നമുക്ക് സിമെട്രിക് ആയതുകൊണ്ട് 0 ടു ഇൻഫിനിറ്റി കണ്ടാൽ മതി. മൈനസ് ഇൻഫിനിറ്റിക്ക് പകരം ലോവർ ലിമിറ്റ് 0 ആക്കിയിട്ട് കൊടുക്കാം. പകരം നമ്മളിവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? 2 കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റാൻഡേർഡ് ഇന്റഗ്രൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? സി
integral 0 to infinity e power minus alpha mod x. Mod x എന്ന് പറഞ്ഞാൽ x എന്ന് തന്നെയാണ് മീൻ ചെയ്യുന്നത്. dx is equal to നമുക്ക് എന്ത് എഴുതാം 1 by alpha എന്ന് എഴുതാം. ഓക്കെ, therefore എങ്ങനെ പറയാം നമുക്കിത് 2k into 1 by alpha is equal to 1. ഇതൊന്ന് നമുക്ക് k is equal to, this implies k is equal to alpha by 2. Okay. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. The lifetime of an electrical bulb is a random variable ആയിക്കോട്ടെ with density function f of x is equal to k into x square where k is measured in years. If the minimum maximum lifetime of the bulbs are 1 and 2 years respectively, then k equal to what? ഓക്കെ, ആൻസർ കാണാം നമുക്ക്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആവണമെങ്കിൽ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. നമുക്ക് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് റൈറ്റ് ദിസ് ആസ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി k into x square എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, dx is equal to 1. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ക്വസ്റ്റ്യനിൽ തന്നെ വന്നിട്ടുണ്ട്. അതായത് മിനിമം മാക്സിമം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ വന്നിട്ടുണ്ട്. സോ എനിക്കത് ഇങ്ങനെ മാറ്റി എഴുതാം. ഇന്റഗ്രൽ 1 to 2 k x square dx is equal to 1 അല്ലേ. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുക, k into x square dx. Okay, x square by 3 1 to 2 is equal to 1. ഇനി ഞാനിത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം, k by 3 into 8 minus 1 അല്ലേ വരാ. This is equal to 1. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര വാല്യൂ കിട്ടും, k is equal to 3 by 7. ഓക്കെ, ചെയ്ത് നോക്കൂ കേട്ടോ, പ്രോബ്ലം കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡിസ്ട്രിബ്യൂഷൻസ് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് ആവാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസ് ആവാം. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ പഠിച്ചായിരുന്നു നേരത്തെ. ഇത് ബേസിക് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിലെ 1-2 പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ ജസ്റ്റ് ചെയ്ത് നോക്കിയത്. നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് അടുത്ത സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസ് നോക്കാം. ഇനി നമുക്ക് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഡിസ്കസ് ചെയ്യാം. സി, വി ഹാവ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ്. ഇറ്റ് ഈസ് സെഡ് ടു ബി ഫോളോയിങ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ in the interval a to b if its density function f of x അല്ലേ, density function is given by 1 by b minus a. പിന്നെ 1-2 കാര്യങ്ങൾ നോട്ട് ചെയ്യാനുള്ളത്, മീനിന്റെ കേസിൽ അതായത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, b plus a by 2 ഫോമാറ്റിലായിരിക്കണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ബി മൈനസ് എ ഹോൾ സ്ക്വയർ ബൈ 12 ഈ ഒരു ഫോമാറ്റിലായിരിക്കണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കുമ്പോൾ ഒന്നും കൂടെ മനസ്സിലാവും. കമ്മിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ കണ്ടിന്യൂസ് യൂണിഫോം വേരിയബിൾ എക്സ് ഈസ് ഫോളോയിങ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ ഇന്റർവെൽ 0 to 1, then e of x cube equal to what? Okay, so we can write it as e of x is equal to integral minus infinity to infinity x into f of x dx. ഇത് നമ്മൾ ബേസിക് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസിനകത്ത് പഠിച്ചായിരുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇ ഓഫ് എക്സ് സ്ക്വയർ അത് എത്രയാണ് വരുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യം. എക്സ് സ്ക്വയറിന്റെ കേസിലാണെങ്കിൽ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ത് നമുക്ക് എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ഡി എക്സ്. Therefore എനിക്ക് എന്ത് പറയാം, എക്സ്പെക്ടേഷൻ ഓഫ്
x cube is equal to integral minus infinity to infinity x cube into f of x dx. നമ്മുടെ ഈ ഒരു ക്വസ്റ്റൻ അകത്ത് നമുക്ക് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തന്നിട്ടുണ്ട്, ഇന്റർവെൽ തന്നിട്ടുണ്ട്. 0 to 1 ആണ് വരുന്നത്. 0 to 1 x cube dx അല്ലേ? ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു, അപ്പൊ ഇതിനെ ഞാൻ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പം എക്സ് പവർ 4/4 ലിമിറ്റ്സ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 1 അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു, എനിക്ക് 1/4 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. ചെക്ക് ചെയ്ത് നോക്കൂ നിങ്ങൾ. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യാനായിട്ട് ഞാനൊരു പ്രോപ്പർട്ടി എനിക്ക് പറയാനുണ്ട്. അതായത് സി എക്സ് എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിൾ ആണ്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് യൂണിഫോം വേരിയബിൾ. ആ കേസിൽ അതിന്റെ ഇന്റർവെൽസ് എന്ന് പറയുന്നത് എയും ബിയും, എ ടു ബി ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/b മൈനസ് എ ആയിരിക്കും. അത് നമ്മൾ നേരത്തെ കണ്ടു. സപ്പോസ് എക്സ് എന്ന് പറയുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിലാണ് ഫോളോ ചെയ്യുന്നത്, അതും ഇന്റർവെൽ 0 to 1 ആണെന്ന് വിചാരിക്കാം. മിക്കവാറും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് 0 to 1 ഇന്റർവെൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. ആ കേസസിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/1 മൈനസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ കഴിഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള കേരള PSCയുടെ എക്സാമിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും ചോദിച്ച ചോദ്യം 27th A സീരീസിലെ 27th ക്വസ്റ്റ്യൻ ആണ്. അതൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. വേരിയൻസ് ഓഫ് ദ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/3 given 3 less than x less than 6 ഈസ്, ചെയ്ത് നോക്കാം നമുക്ക്. നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ്, ദിസ് ഇസ് ഈക്വൽ ടു 1/3 such that എന്താണ് 3 less than x less than 6. ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതി. ഇതിനകത്ത് എൻ്റെ 3 എന്ന് പറയുന്നതാണ് എൻ്റെ എ, 6 എന്ന് പറയുന്നതാണ് എൻ്റെ ബി, അതായത് ലോ ബൗണ്ടും അപ്പർ ബൗണ്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് എനിക്ക് എങ്ങനെ എഴുതാം? 6 minus 3 whole square divided by 12 അല്ലേ വരുന്നത്? വേരിയൻസ് കാണുമ്പോൾ which is equal to 3 square by 12 is equal to 3/4. ഇനി നമുക്ക് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തുണ്ടായിരിക്കും? ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് സെഡ് ടു ബി ഫോളോയിങ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ where lambda greater than 0. Its probability density function, though kandile small f of x, is given by lambda into e power minus lambda into x, where x greater than or equal to 0. Otherwise f of x is equal to 0. In case of this exponential distributions, we can say that mean, which is expectation of x, is equal to 1/lambda, and variance, which is v of x, is 1/lambda square. Okay, note ചെയ്ത് വെച്ചേക്കണേ ഇതെല്ലാം. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Assume that the duration in minutes of a telephone conversation follows exponential distribution. Exponential distribution ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, വിത്ത് എഫ് ഓഫ് എക്സ് 1/5 into e power minus x divided by 5. Okay, for x greater than or equal to 0, the probability that the conversation will exceed 5 minutes is what? അതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എങ്ങനെ ഇത് കാണുക? X denotes duration in minutes of a telephone conversation.
നമുക്ക് കാണേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ദാറ്റ് ദ കോൺവെർസേഷൻ വിൽ എക്സീഡ് 5 മിനിറ്റ്സ് അങ്ങനെയല്ലേ കാണണ്ടേ? അപ്പോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5 ഇത് ഈക്വൽ ടു വാട്ട്? അതാണ് ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ വരുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമുക്ക് എ അറിയാം 5 ആണ് എന്നുള്ളത്. എ എന്ന് പറയുന്നത് 5 ആണെന്ന് നമുക്കറിയാം. സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5 is equal to integral 5 to infinity f of x എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 1/5 into e power minus x by 5 അല്ലേ? dx. This is equal to what? 1/5 into എങ്ങനെ എഴുതാൻ എനിക്ക് ഇതിന്? e power minus x by 5 divided by minus 1/5 താഴേക്ക് എടുക്കാം നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ. പിന്നെ ലിമിറ്റ്സ് ഏതൊക്കെയാ വെച്ചാൽ കൊടുക്കാം. ഇന്റർവെൽസ് നമുക്ക് ഏതൊക്കെയാണ് വരുന്നത്? 5ഉം അതുപോലെ തന്നെ ഇൻഫിനിറ്റി. ഓക്കെ, ഇനി ഇത് റിസോൾവ് ചെയ്യാം. നമ്മൾ ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടും വെച്ചാൽ -1 into e power minus x by 5 -1 ഈ -1/5 അങ്ങോട്ട് കൊണ്ടുപോയതാണ് ഞാൻ. ഇൻറ്റു 5 to ഇൻഫിനിറ്റി. ഇനി നമ്മൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന വാല്യൂ e power -1. ഓക്കെ, ഇതിനകത്ത് എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അതായത് e power -1ന്റെ വാല്യൂ ഒന്നും നമ്മളോട് ചോദിക്കാൻ മതി. e power -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.36 സംതിങ് ആണ്. അതൊന്നും നമ്മുടെ അടുത്ത് ചോദിക്കാതിരിക്കില്ല. പക്ഷേ ക്വസ്റ്റ്യനകത്ത് ചിലപ്പോൾ e power ഇൻഫിനിറ്റി വരുവാണെങ്കിൽ അതിന്റെ ദിസ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. അതുപോലെ തന്നെ e power -ഇൻഫിനിറ്റി ആണെങ്കിൽ മറക്കരുത് ദിസ് ഇസ് ഈക്വൽ ടു 0 ആണ്. ഇതിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരും ഇത് രണ്ടും അങ്ങ് ഒരു പെട്ടിയിലാക്കി വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, പെട്ടിയിലാക്കി ബ്രെയിനകത്ത് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇനി നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് എന്താണെന്നുള്ളത് നോക്കാം. സി എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എല്ലാത്തിലും അത് തന്നെയാണ് എക്സ്. ഇറ്റ് ഈസ് ഇറ്റ് ടു ബി ഫോളോയിങ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ്. എക്സ് ആണ് കേട്ടോ നമ്മുടെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഇറ്റ് ഫോളോസ് വാട്ട്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ്. നേരത്തെ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനകത്ത് ഒറ്റ പാരാമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ, വിച്ച് ഇസ് ലാംഡ. ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഇതിനകത്ത് പാരാമീറ്റേഴ്സ് എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് മ്യൂ ആൻഡ് സിഗ്മ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ this f of x is given by 1/sigma root of 2 pi into e power -1/2 into x minus mu divided by sigma whole square. ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ മീൻ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മ്യൂ ആയിരിക്കും. വേരിയൻസ് വി ഓഫ് എക്സ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആയിരിക്കും. ഒരു കാര്യം നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്യണം. ഇതിനകത്തെ ക്വസ്റ്റ്യൻ തരുമ്പോൾ മറക്കരുത്, എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ നമുക്ക് 1 പാരാമീറ്ററെ കാണൂ. ഇൻ കേസ് 2 പാരാമീറ്റേഴ്സ് ആർ ദർ ഇറ്റ് ഈസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്നുള്ളത് നമ്മൾ ഇവിടെ കണ്ടു. ഇവിടെ സ്ക്രീനിൽ നിങ്ങൾ 2 കർവ്സ് കാണുന്നില്ലേ? ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ ഒരു സിമെട്രിക് ബെല്ല് പോലെയാണ് കാണപ്പെടുക. അതുകൊണ്ട് തന്നെ അതിനെ ബെൽ കർവ് എന്ന് വേണമെങ്കിലും വിളിക്കാം. ഈ കർവ് ഇറ്റ് ഈസ് സെൻറ്റേർഡ് അറൗണ്ട് ദ ഡിസ്ട്രിബ്യൂഷൻസ് മീൻ. മീൻ എന്ന് പറയുമ്പോൾ നമുക്ക് മ്യൂ കണ്ടായിരുന്നോ? ഈ ഗ്രാഫിനകത്ത് മ്യൂ എക്സ് ആക്സിസിൽ നിങ്ങൾക്ക് മ്യൂ കാണാനായിട്ട് പറ്റും. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് സ്പ്രെഡ് ചെയ്യും തോറും പ്രോബബിലിറ്റി ഡിക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അത് ഏത് ഡയറക്ഷനിലേക്ക് ആയിക്കോട്ടെ. നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇതൊരു സിമെട്രിക് ബെല്ല് പോലെയാണല്ലോ കാണുന്നത്. ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രോബബിലിറ്റി വാല്യൂ എന്ന് പറയുന്നത് 3 വരെ 1, 2, 3 വരെയുള്ള വാല്യൂസിനിടയിലായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക. ഒരു ജനറൽ റൂൾ ഓഫ് തമ്പ് എന്ന രീതിയിൽ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ +or -1 ഇടയിലാണെങ്കിൽ അവിടെ
68% ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡേറ്റ വരുന്നുണ്ട്. ഇനി പ്ലസ് ഓർ മൈനസ് 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ആണെങ്കിൽ 95% ഓഫ് ഡേറ്റ വരും. ഫൈനലി പ്ലസ് ഓർ മൈനസ് 3 ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരു 99.7% ഓഫ് ഡേറ്റ വരും. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി ഫർദർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവേ. അപ്പോൾ ഇവിടെ ഈ ആദ്യത്തെ കർവിൽ കാണിച്ചിട്ടുള്ള അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് നമ്മൾ ഈ കാണുന്ന എഫ് ഓഫ് എക്സ്, ഇപ്പോൾ ഡിസ്കസ് ചെയ്ത എഫ് ഓഫ് എക്സ്. പക്ഷേ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വൈഡ്ലി ആപ്ലിക്കബിൾ ആണ്. ഓരോ ആപ്ലിക്കേഷനും അതിൻ്റേതായിട്ടുള്ള മീൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം ഒന്ന് ഒറ്റ സ്റ്റാൻഡേർഡിനടിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം ആയിട്ടുള്ള കർവ് ആക്കിയിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ട്. അതായത് മ്യൂവിൻ്റെ സ്ഥാനത്ത് 0 സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഇത് ഗ്രോ ചെയ്യുന്നുണ്ട്, സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് പ്രോബബിലിറ്റി ഡിക്രീസ് ചെയ്യും. അതാണ് സെക്കൻഡ് ഗ്രാഫിൽ കാണിച്ചിട്ടുള്ളത്. സെക്കൻഡ് ഗ്രാഫിൻ്റെ കാര്യത്തിൽ നമ്മളൊരു സി സ്കോർ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഇനി നമുക്ക് നോക്കാം. ഒരു സി സ്കോർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ സി സ്കോർ കിട്ടുന്നത് എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴാണ്. സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. കാരണം വേരിയൻസ് സിഗ്മ സ്ക്വയർ ആയതുകൊണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ is equal to root of sigma square അല്ലേ, which is equal to sigma. ഓക്കെ, അപ്പൊ നമ്മുടെ സി സ്കോർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. സി is equal to എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? വി വിൽ ഗെറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വേർ ഡെൻസിറ്റി ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് z is equal to 1 by root of 2 pi. സിമിലാരിറ്റീസ് നോക്കണേ, എഫ് ഓഫ് എക്സും എഫ് ഓഫ് സിയും തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും നോക്കണേ, തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാ. ദെൻ ഇ പവർ മൈനസ് സി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സച്ച് ദാറ്റ് മൈനസ് ഇൻഫിനിറ്റി less than or equal to z less than or equal to infinity. ഓക്കെ, പിന്നെ ഈ ഒരു പോർഷൻ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കേണ്ട വേറെ 2 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും കൂടെ ഞാനിവിടെ മെൻഷൻ ചെയ്യാം. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിൽ മീൻ എന്ന് പറയുന്നത് മ്യൂ ആണ്. സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആ കർവ് ആണ് നമ്മൾ വലത്തെ സൈഡിൽ ഈ കാണുന്നത്. ഓക്കെ, ഇത് അൺസ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷനകത്തെ മീൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് 0. ആൻഡ് കമ്മിങ് ടു വേരിയൻസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഓൾവേസ് 1. ഈ 2 പോയിന്റ്സ് നോട്ട് ചെയ്യുക. ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷന് കീഴെ വരുന്ന ഈ ഒരു ഇത്രയും പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെന്റ്സ് ദ പ്രോബബിലിറ്റി ഓഫ് എ റാൻഡംലി സെലക്ടഡ് ഒബ്സർവേഷൻ ഫ്രം ദാറ്റ് ഡിസ്ട്രിബ്യൂഷൻ. എക്സ് ആക്സിസ് ആണ് നമ്മുടെ ഇസഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങോട്ടേക്ക് പോകും തോറും മുകളിലേക്ക് പോകും തോറും നമുക്ക് കിട്ടുന്നത് എഫ് ഓഫ് ഇസഡ്. അതാണ് വൈ ആക്സിസിനകത്ത് നമ്മൾ റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വാല്യൂസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഗേറ്റ് എക്സാംസിനൊക്കെ നമ്മളത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാറുണ്ട്. 3 സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉണ്ട് ഇതിൽ. പ്രോബബിലിറ്റി ഓഫ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു z, ദിസ് ഇസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചു വെക്കുക 0.68 ആണ് വരിക. 6826 അങ്ങനെ എന്തോ. 68% ഓഫ് ദ ഏരിയ കവേഴ്സ് ദിസ്. ഇനി നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിലോ കുറച്ചും കൂടെ ഏരിയ കൂടില്ലേ? സോ ദിസ് ഇസ് 0.95. അതും നമ്മൾ പഠിച്ചു വെക്കാറുണ്ട്. അതായത് ഇത്രയും പോർഷൻ നോക്കണമെങ്കിൽ സെക്കൻഡ് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് 2 വരെയുള്ളത്
ഇത്രയും പോർഷൻ. ഓക്കെ, ആ കേസിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.95 ആണ്. നേരത്തെ നമ്മൾ 1നും -1നും +1നും ഇടയിലുള്ള പോർഷന്റെ ആണ് നമ്മൾ 0.68% ഓഫ് ദ കർവ്. അങ്ങനെയും പറയാം നമുക്ക് വേണമെങ്കിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുന്നത് എത്ര വരുമായിരിക്കും? 0.99. 100% വരുന്നില്ല, കാരണം ചെറിയൊരു പോയിന്റ് ഇങ്ങോട്ടേക്ക് ഒരു കുറച്ച് സ്കിപ്പ് വരുന്നുണ്ട്. ഓക്കെ, എൻറ്റയർ ഏരിയ എന്ന് പറയുന്നത് 100%ഉം കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ വാല്യൂസ് നമ്മൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മൾ പറഞ്ഞതനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ പ്രോബബിലിറ്റി ഓഫ്, അതൊന്നുകൂടെ ഞാൻ ഇവിടെ എടുത്തെഴുതാണ്. ഇതിലെ പ്രോബ്ലംസ് വരുമ്പോൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയാനാണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇസ് ഈക്വൽ ടു 0.6826. ഓക്കെ, then probability of -2 less than or equal to z less than or equal to +2 is equal to 0.9544 ആണ് വരുന്നത്. Then probability of -3 less than or equal to z less than or equal to +3 is equal to എന്തെന്ന് പറയാം നമുക്ക് 0.9973. yeah, right. Then പ്രോബബിലിറ്റി ടേംസിൽ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. പെർസെന്റേജിൽ പറയുമ്പോൾ ഇൻറ്റു 100 ചെയ്തിട്ട് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് മീൻ എന്ന് പറയുന്നത് 0 ആണ്. നമ്മുടെ ക്വസ്റ്റിനകത്ത് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ആർ ഈക്വൽ ടു z ലെസ് ആർ ഈക്വൽ ടു 1. ആ 0 മുതൽ 1 വരെയുള്ള ഏരിയ എത്രയാണ് കവർ ചെയ്യുന്നത് എന്നുള്ളത് അത് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 3 സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉണ്ടല്ലോ, ഏതൊക്കെ? ഇത് 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 ഈ 3 വാല്യൂസ് ആണ് ഗേറ്റ് എക്സാംസിനൊക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കാറുള്ളത്. സോ ഇതിനകത്ത് ബൈ ഹാർട്ട് ചെയ്യാനൊന്നും ഇല്ല. 68%, 95%, 99% അത്രയും അങ്ങോട്ട് ആലോചിച്ച് വെക്കുക. അപ്പൊ 0നും 1നും ഇടയിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഈക്വലി അല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. -1 to +1 വരെയുള്ള വാല്യൂ ആണ് 0.62 എങ്കിൽ 0 to 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0.6826 ഡിവൈഡഡ് ബൈ 2 അല്ലേ വരിക നമുക്ക്? എന്ത് വാല്യൂ ആണോ അത്. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു എന്ന് മാത്രം. നമുക്ക് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലുള്ള ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഈ കാണുന്ന ക്വസ്റ്റ്യൻ 31st ക്വസ്റ്റ്യൻ നേരത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ആ ഒരു തസ്തികയിലേക്ക് PSC നടത്തിയിട്ടുള്ള എക്സാമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇഫ് എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 10. മീൻ 10 എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം എന്താ? mu is equal to 10 and variance എന്ന് പറഞ്ഞാൽ sigma square is equal to 4. This implies sigma is equal to 2. Okay. Then P of x less than 10 equals what? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം mu എന്ന് പറയുന്നത് സെന്റർ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ആണ്. മീൻ mu എന്ന് പറഞ്ഞാൽ മീൻ ആണ്, അത് സെന്റർ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ആണ്. പ്രോബബിലിറ്റി ദാറ്റ് x is less than the mean. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ദാറ്റ് x is less than mean എന്ന് പറയുന്നത് 0.5 ആയിരിക്കും. കാരണം ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആണ് അബൌട്ട് ദ മീൻ. x ഈക്വൽ ടു 0 വരുന്ന കേസിലെല്ലാം ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആണ്. Since mu is equal to 10, the probability of x less than 10 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0.5. സിംപ്ലി ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഒരുപാട് പ്രോബ്ലംസ് ഒന്നും ഇതിനകത്ത് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രോബ്ലംസ് നിങ്ങൾ ഒന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നും മറ്റും ചെയ്ത് നോക്കുക. ബേസിക് കോൺസെപ്റ്റ്സ് ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ. കാരണം സിലബസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഡിസ്ട്രിബ്യൂഷൻസിന്റെ എല്ലാം, അത് കണ്ടിന്യൂസ് ആയിക്കോട്ടെ ഡിസ്ക്രീറ്റ് ആയിക്കോട്ടെ, എല്ലാ ഡിസ്ട്രിബ്യൂഷൻസിന്റെയും മീനും വേരിയൻസും അതിനാണ് സിലബസിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ആ സിലബസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിന്ന് പ്രതീക്ഷിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ
ആസ് യൂഷ്വൽ ഇൻ കേസ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വേഗം തന്നെ. ഓക്കെ, അപ്പോൾ ബൈ ഫോർ നൗ.